ചെറുതിലെ തന്നെത്താൻ നാടകം എഴുതുക, ഷീറ്റ് എടുത്ത് കർട്ടനാക്കുക, ഞങ്ങളില്ലാതിരിക്കുമ്പോൾ അഭിനയിക്കുക, 3 പേരും കൂടെ. അത് ഇവരും അങ്ങനെ ഇവരും അതെ സിസ്റ്റർ മക്കളും അണ്ണൻ്റെ മക്കള് എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇവരും നാടകം ഉണ്ടാക്കും. എന്നിട്ട് രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കാർ പോർച്ചില് ഇവരെ നാടകമുണ്ട്. അപ്പോൾ അച്ഛൻ കാണാനുണ്ടെന്നുള്ള വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവര് പെർഫോമൻസ് ഒക്കെ ഭയങ്കര സീരിയസ് ആയി. പക്ഷെ എല്ലാം കോമഡി ബേസ് ആണ് ഇവരെ നാടകം. നമ്മൾ ഷോക്കായി പോകും. ഈ യുവമാരൊക്കെ ചില ഡയലോഗൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയവര്. അത് പക്ഷെ നല്ലൊരു എന്താ പറയുന്ന ഒരു ട്രെയിനിങ് ആണ്. അത് ജയശ്രീയുടെ ചെറിയ മോള് പറയും, പ്രധാന കഥാപാത്രങ്ങള് ഇവര് മുതിർന്നവരെടുക്കുക, അവർക്ക് എപ്പോഴും ജോലി. അപ്പൊ അതേപോലെ ആയിരുന്നു മൂപ്പര് നാടകം എഴുതി ഉണ്ടാക്കും. എന്നിട്ട് ആദ്യം മുതൽ അവസാന നാടകം എൻഡ് വരെ അണ്ണൻ മാത്രമേ സ്റ്റേജിൽ കാണൂ. ഭയങ്കര പെർഫോമൻസ്. അപ്പൊ ഞാനൊക്കെ ആദ്യം കയറിയ ഉടനെ അങ്ങ് മരിക്കും. അപ്പൊ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, പെർഫോമൻസിന്റെ ഡേ ആയി. അപ്പൊ എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞ്, നിനക്ക് നാണമില്ലല്ലോ അവന്റെ നാടത്തിൽ പോയിട്ട് ആദ്യത്തെ രംഗത്തിൽ തന്നെ ചാവാൻ. അപ്പൊ അതിൽ എന്തോ ഒന്നുണ്ട്, കാണുന്നവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എന്തോ സംതിങ് ഉണ്ടല്ലോ. എന്നാലൊന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ അതായത് എൻ്റെ ഭാര്യ എന്നിട്ട് അണ്ണൻ പ്രേമിച്ച് കെട്ടുകയാണ്. ഞാൻ ചത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ, ഞാൻ ആണായിട്ടാണ്. അപ്പൊ ഞാൻ ക്ഷയരോഗിയ, മാരകമായ മരണം, ചുമച്ച് മരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ അഭിനയിച്ചു. അണ്ണൻ ഡോക്ടറാണ്. അപ്പൊ അണ്ണൻ ഭയങ്കര ദീനാനുകമ്പനായ ഡോക്ടർ. രോഗി മരിച്ചോണ്ട് ഭാര്യ അങ്ങ് ഏറ്റെടുത്തു. അതാണ് കഥാതന്ത്. അപ്പൊ എൻ്റെ ഞാനങ്ങനെ ചുമയ്ക്കാം, മരണസംഘം രംഗ അടുക്കാറായി. ഞാനങ്ങനെ ചുമച്ച് മരിക്കണം, ചോര തുപ്പി. ഞാൻ മരിക്കുവോ? അങ്ങനെ ചുമയ്ക്കാം. അണ്ണ സടിത് മരിക്കടി. നാടകം ഫസ്റ്റ് പെർഫോമൻസ് ഡേയിൽ തന്നെ കൊളാക്കി കൊടുത്തു. അന്ന് അച്ഛൻ പറയും, അങ്ങനെ ഒരാൾ മാത്രമായിട്ടൊരു നാടകം ഉണ്ട്. ഏത് ചെറിയ കഥാപാത്രം എന്നില്ല, ആ കഥയിൽ അതിനുള്ള പ്രാധാന്യം വേണം. അത് മൊത്തത്തിൽ ടോട്ടാലിറ്റി എന്നുള്ള സംഗതി അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ ഹ്യൂമർ സെൻസ്? ഞങ്ങൾ കാണിക്കുന്ന കുസൃതികളിൽ തമാശ ഉണ്ടെങ്കിൽ അച്ഛൻ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അടിക്കുകയോ അത് വഴക്കോ തെറ്റാണ് എന്നൊന്നും പറയില്ല. ആ തമാശ എന്താണെന്ന് ഉൾക്കൊള്ളാൻ അച്ഛന് സാധിക്കായിരുന്നു. ഉദാഹരണത്തിന് സ്കൂളിൽ പഠിക്കുമ്പം പെട്ടെന്ന് ഒരു 11 മണിയോടുകൂടി സ്കൂൾ മുഴുവൻ ഒരു റൂമർ അങ്ങ് പരന്നു, 3 മക്കളിൽ കൂടുതൽ. അപ്പം അന്ന് ഈ സന്താന നിയന്ത്രണം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 3 മക്കളിൽ കൂടുതലുള്ള പിള്ളേരെയൊക്കെ പൊക്കിളിൽ ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാൻ ആള് വരുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇവള് അനിയത്തി കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലോട്ടൊന്ന് ഇവിടെ 3 മക്കളിൽ കൂടുതലുള്ള. അപ്പം എനിക്കറിയാം ഇവള് 3ാമത്തല്ലേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് സാധിച്ചേക്കും, നമുക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവളെ നോക്കി, ഇവൾക്ക് അത് ആയുസില്ലല്ലോ. എൻ്റെ നോട്ടം കാണുമ്പോൾ ഇവള് വിങ്ങിപ്പൊട്ടി കരയുക. ഞാനത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചാൽ, എന്താ പോയപ്പോൾ ലേറ്റായോ, അതാ വഴിയിൽ വഴക്കിട്ട് നിങ്ങൾ തിരിച്ചു തന്നു? അപ്പോൾ ഇവള് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു, അല്ല അച്ഛാ 3 മക്കളിൽ കൂടുതലുള്ളവരെ ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാൻ വരുന്നു. അതിന് നീ പേടിക്കുന്ന എന്തിനാ, നീ 3ാമത്തല്ലേ? അല്ല കുത്തി വരുമ്പോ ഇനി 2 തോന്നി. അപ്പോഴച്ഛനെ തോന്നി ഞാൻ എന്തെങ്കിലും അവൾക്ക് അങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അത് അല്ല തമാശ അച്ഛൻ ഉൾക്കൊണ്ടെന്നുള്ള വഴക്കൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതാണ് സംഭവം. ഒരു ദിവസം ഞാൻ ഇപ്പൊ സിനിമ അഭിനയിച്ചോണ്ടിരുന്നു. വീട്ടിൽ വന്നപ്പം ഇവൻ വളരെ ചെറുതാ. അപ്പോൾ അവിടെ ഒരു കുതിരവണ്ടി ഇട്ടിരിക്കുകയാണ്, നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു കുതിരവണ്ടി. അപ്പം ദിവ്യദർശൻ എന്നാണ് പേര്, ചിങ്കു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ചിങ്കു ആ കുതിരവണ്ടി വേണം. അപ്പോൾ അച്ഛൻ താല്പര്യം വന്നു. ഇവൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ മേടിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ്, ഇവൻ കുതിരവണ്ടി വേണമെന്ന് പറയുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകാൻ കുതിരവണ്ടിയിൽ പോകാം. പിന്നെ അതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കുതിരവണ്ടി ആയതുകൊണ്ട് പെട്രോൾ വേണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ലാഭമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടി. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു, സംഭവം കൊള്ളാം, പക്ഷേ നമ്മുടെ നാട് അത്ര ശരിയല്ല, കൊല്ലം. അപ്പം അച്ഛൻ ചോദിച്ചാൽ എന്താ? അല്ല അച്ഛൻ്റെ പേര് ചിലപ്പോൾ ഓമാധവൻ മാറി കുതിരമാധവൻ എന്നങ്ങാണോ എന്ന് പറഞ്ഞ് പെട്ടിയായിട്ട് പോയി. 2 മിനിറ്റ് നോക്കി കുതിരവണ്ടി